ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലുമൊക്കെ ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള ബാറ്റർമാർക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ ഓപ്പണിംഗ് ജോഡികൾ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലും അതുപോലെ തന്നെ ഏകദിനങ്ങളിലും T20യിലുമൊക്കെ ഒരുപാട് മികച്ച താരങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ എസ്പെഷ്യലി ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു ഓപ്പണിംഗ് ജോഡികളായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറും വീരേന്ദ്ര സെവാഗും. രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വരുത്തിയ മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇരുവരെയും അറിയപ്പെടുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു ഭാവി തന്നെ മാറ്റിമറിച്ച രണ്ട് താരങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റി ഒരുപാടൊന്നും വിശേഷിപ്പിക്കേണ്ടത് ആവശ്യമില്ല. കാരണം ലോക ക്രിക്കറ്റിലെ ഒരുപിടി റെക്കോർഡുകൾ ഒരുവിധം എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പേരിലാണ് എന്നുള്ളതാണ്. സെവാഗിനെ പറ്റി പറയുകയാണെങ്കിൽ സെവാഗ് ലോക ക്രിക്കറ്റിലെ ഒരു ബാറ്റിങ്ങിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച മറ്റൊരു താരമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്കറിയാം, ബോളുകൾ വിട്ടുവിട്ട് കളിക്കുന്ന ഒരു രീതിയിൽ നിന്ന് ഓപ്പണിങ്ങിൽ ഒരു ആക്രമിച്ച് കളിക്കുന്ന ഒരു രീതി ലോക ക്രിക്കറ്റിൽ അവതരിപ്പിച്ച ഒരു താരം എന്ന് വേണമെങ്കിൽ വീരേന്ദ്ര സെവാഗിനെ നമുക്ക് വിശേഷിപ്പിക്കുകയും ചെയ്യാം. ഈ കാലഘട്ടങ്ങളിൽ ഇംഗ്ലണ്ടൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഒരു ബാസ് ബോൾ എന്ന് പറയുന്ന ശൈലി, ആ ശൈലി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അവലംബിച്ച ഒരു താരമാണ് വീരേന്ദ്ര സെവാഗ്. പക്ഷെ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കരിയറിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു ഓപ്പണർ അല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു മിഡിൽ ഓർഡർ ബാറ്ററും അതുപോലെ തന്നെ ഒരു ഓഫ് സ്പിൻ ബൗളറുമായിരുന്നു. അദ്ദേഹം ഇന്ത്യ അണ്ടർ-19 ടീമിന്റെയൊക്കെ താരമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ ഇന്ത്യൻ ടീമിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഒരു സ്ഥാനം ലഭിക്കുകയും അദ്ദേഹം സ്ഥിരമായിട്ട് ഒരു ഓപ്പണറായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കളി അവസാനിച്ചതിന് ശേഷമുള്ള റെക്കോർഡുകളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ഒരു ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരം, ഒരു ട്രിപ്പിൾ സെഞ്ചുറി അല്ല, അദ്ദേഹത്തിന്റെ കരിയർ അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ 2 ട്രിപ്പിൾ സെഞ്ചുറികളാണ് ഉള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏകദിന ഫോർമാറ്റിൽ ഒരു ഡബിൾ സെഞ്ചുറി നേടിയ താരവുമാണ് വീരേന്ദ്ര സെവാഗ്. ഒരുപിടി മികച്ച റെക്കോർഡുകൾ. അദ്ദേഹത്തിന് ഈ റെക്കോർഡുകളെക്കാൾ കൂടുതൽ മറ്റുള്ള ടീമുകളെല്ലാം അല്ലെങ്കിൽ മറ്റുള്ള ടീമുകളിലെ ബൗളർമാരെല്ലാവരും തന്നെ അദ്ദേഹത്തിനെ വാഴ്ത്തുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി പറയുന്നത് തന്നെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ബൗളറിനെ അടിച്ചകറ്റുന്ന, ഒട്ടും പേടിയില്ലാത്ത ഒരു ക്രിക്കറ്റ് താരം അല്ലെങ്കിൽ ഒരു ബാറ്റർ എന്നുള്ള രീതിയിലായിരിക്കും എല്ലാ ടീമുകളുടെയും ബൗളർമാർ അദ്ദേഹത്തിനെ പ്രകീർത്തിക്കുന്നത്. എന്നാൽ വീരേന്ദ്ര സെവാഗ് ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഭയപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട 2 താരങ്ങൾ എന്ന് പറയുന്നത് വീരേന്ദ്ര സെവാഗും സച്ചിൻ ടെണ്ടുൽക്കറും തന്നെയാണ്. ഈ സംഭവം നടക്കുന്നത് 2003 ലോകകപ്പിലാണ്. 2003 ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് സൗത്ത് ആഫ്രിക്കയായിരുന്നു. ഇന്ത്യ നല്ല ഒരു മികച്ച ടീമുമായിട്ടാണ് ആ ടൂർണമെന്റിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ 2003 ലോകകപ്പിന്റെ ഫൈനലിലേക്ക് എത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഓസ്ട്രേലിയയുമായിട്ട് 2003 ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. പക്ഷേ ഈ സംഭവം നടക്കുന്നത് 2003 ലോകകപ്പിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഹൈ വോൾട്ടേജ് മാച്ചിലായിരുന്നു. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ലോകകപ്പ് മത്സരം എന്ന് പറയുന്നത് എല്ലാവരെയും തന്നെ വലിയ ആകാംക്ഷയിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും പ്രഷർ നൽകുന്ന ഒരു മത്സരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ മത്സരത്തിലാണ് ഈ പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് പിന്നീട് ഈ രണ്ടുപേരും ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷം രണ്ടുപേരും തന്നെ പങ്കെടുത്ത ഒരു TV ഷോയിൽ അവർ തന്നെ റിവീൽ ചെയ്ത ഒരു കാര്യമാണ്. എസ്പെഷ്യലി സച്ചിൻ ടെണ്ടുൽക്കറിനെ ഇരുത്തിക്കൊണ്ട് വീരേന്ദ്ര സെവാഗ് തന്നെ പറയുന്ന ഒരു സംഭവമാണിത്. അതായത് 2003 ആ ഒരു ലോകകപ്പിലെ പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന പാകിസ്ഥാൻ 273 എന്ന് പറയുന്ന ഒരു വലിയ സ്കോറാണ് നേടുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ 273 എന്ന് പറയുന്ന ഒരു സ്കോർ മറികടക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, പ്രത്യേകിച്ചും പാകിസ്ഥാനെ പോലെ ലോകോത്തര പേസർമാരുള്ള ഒരു ടീമിനെതിരെ. ആ ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാന്റെ പേസർമാർ എന്ന് പറയുന്നത് വസീം അക്രമും വക്കാർ യൂനിസും ഷോയബ് അക്തറുമാണ്. കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു ഫാസ്റ്റ് ബൗളർമാരുടെ ഒരു കോമ്പിനേഷൻ ആണ് അത് എന്നുള്ളതാണ്. അപ്പൊ ഈ മത്സരം പുരോഗമിക്കുന്ന സമയത്ത്, അതായത് പാകിസ്ഥാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് സെവാഗ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അടുത്തേക്ക് ഫീൽഡിൽ എത്തുകയും അദ്ദേഹം പറയുന്നത്, ഈ മത്സരത്തിൽ നമ്മൾ തിരിച്ചു ബാറ്റ് ചെയ്യുന്ന സമയത്ത് സച്ചിൻ പാജി നിങ്ങൾ ആദ്യം ബാറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇതിനു മുമ്പുള്ള മത്സരങ്ങളിലെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ഈ സ്ട്രൈക്ക് ചെയ്യുന്ന രണ്ടുപേരും ഓപ്പണർമാരായിട്ട് വരുമ്പോൾ ആദ്യത്തെ ബോൾ ഫേസ് ചെയ്യുന്നത്, അത് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത് വീരേന്ദ്ര സെവാഗ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സച്ചിനോട് അഭ്യർത്ഥിക്കുന്നത് ഈ മത്സരത്തിൽ വസീം അക്രമായിരിക്കും ആദ്യ ഓവർ പാകിസ്ഥാന് വേണ്ടി ബൗൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു മത്സരത്തിൽ സച്ചിൻ ആദ്യം ബാറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ
സച്ചിൻ അപ്പോൾ ഒക്കെ ഇത് നിരസിക്കുകയാണ്. സച്ചിൻ പറയുന്നു എനിക്ക് ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതായത് നോൺ സ്ട്രൈക്കർ എൻഡിലാണ് ഞാൻ കംഫർട്ടബിൾ എന്ന് പറയുന്നുണ്ട്. പിന്നീടും ഈ റിക്വസ്റ്റ് പല പ്രാവശ്യം വീരേന്ദ്ര സെവാഗ് വീണ്ടും ആവശ്യപ്പെടുമ്പോൾ സച്ചിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർക്കാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു തമാശ രൂപേണ സച്ചിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പണ്ഡിറ്റ്ജി അല്ലെങ്കിൽ എൻ്റെ ഒരു ജോത്സ്യനുണ്ട്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ നമ്പർ 2 എന്ന് പറയുന്ന പൊസിഷൻ, അതായത് നമ്മൾ ഈ സ്കോർ കാർഡ് എടുക്കുമ്പോൾ ഒന്നാമത് ബാറ്റ് ചെയ്യുന്ന ആരാണോ സ്ട്രൈക്ക് ചെയ്യുന്ന അയാളുടെ പേരായിരിക്കും ആദ്യം വരിക, രണ്ടാമത് നോൺ സ്ട്രൈക്കറിൽ നിൽക്കുന്ന ആളുടെ പേര് രണ്ടാമതായിരിക്കും വരിക, പിന്നെ 1 down 2 down അങ്ങനെയുള്ള പൊസിഷൻ ആണല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്പർ 1 എന്ന് പറയുന്ന പൊസിഷനാണ്, രണ്ടാമത് നോൺ സ്ട്രൈക്കർ എടുക്കുന്ന നമ്പർ 2 ആണ്. അപ്പോൾ എൻ്റെ പണ്ഡിറ്റ്ജി അല്ലെങ്കിൽ എൻ്റെ അസ്ട്രോളജർ എന്നോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്, അതുകൊണ്ട് ആ പൊസിഷനിൽ ഞാൻ ബാറ്റ് ചെയ്യുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് സച്ചിൻ പറയുന്നത്. പിന്നീട് ആ ഒരു ബ്രേക്ക് വരുന്ന സമയത്ത് പാകിസ്ഥാൻ 273 റൺസ് നേടി ഇവർ തിരിച്ചു പോകുന്ന സമയത്തും പല പ്രാവശ്യം വീരേന്ദ്ര സെവാഗ് ഇത് അഭ്യർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം ലഞ്ചിന്റെ ബ്രേക്കിൽ തിരിച്ച് ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന സമയം വരെ വീരേന്ദ്ര സെവാഗ് സച്ചിനോട് ഇത് പറയുന്നുണ്ട്. എന്തുകൊണ്ട് വീരേന്ദ്ര സെവാഗ് ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനു മുമ്പുള്ള കുറച്ച് മത്സരങ്ങളിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബൗളർമാർക്കെതിരെയും അദ്ദേഹം ആദ്യ ബോളിൽ തന്നെ പുറത്തായിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ശ്രീലങ്കയ്ക്കെതിരെ ചാമിന്ദ വാസിന്റെ ബോളിംഗ്, അദ്ദേഹം ഒരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളറാണ്. അതുപോലെ ഓസ്ട്രേലിയക്കെതിരെ നഥാൻ ബ്രാക്കൻ എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർക്കെതിരെ ഇങ്ങനെ പല പ്രാവശ്യം ഈ ആദ്യ ബോളിൽ തന്നെ പുറത്തായതാണ് ഈ സെവാഗിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വസീം അക്രം ഒരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളറാണ്, എനിക്ക് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബോൾ കളിക്കാനായിട്ട് ഭയമാണ്, അതുകൊണ്ടാണ് ഞാനിത് റിക്വസ്റ്റ് ചെയ്യുന്നതെന്നാണ് സച്ചിനോട് പലവട്ടം വീരേന്ദ്ര സെവാഗ് പറയുന്നത്. പക്ഷേ ബാറ്റ് ചെയ്യാനായിട്ട് ബൗണ്ടറി ലൈൻ കടന്ന് അകത്തേക്ക് വരുമ്പോൾ പോലും സച്ചിൻ പറയുന്നത് യു ക്യാരി ഓൺ, നീ ബാറ്റ് ചെയ്താൽ മതി, നീ നമ്പർ 1 ബാറ്റ് ചെയ്താൽ മതി, ഞാൻ ബാറ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ അവസാനം 30-yard സർക്കിൾ കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് സച്ചിൻ നേരെ പോയിട്ട് സ്ട്രൈക്ക് എടുക്കുകയാണ്. അതായത് സച്ചിൻ ആ ആദ്യത്തെ ബോൾ നേരിടാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പോൾ വളരെ സർക്കാസ്റ്റിക് ആയിട്ട് വളരെ തമാശയോടുകൂടി വീരേന്ദ്ര സെവാഗ് പറയുന്നത്, ഈ മണിക്കൂറോളം ഞാൻ ഈ റിക്വസ്റ്റ് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്, ഞാൻ ഈ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്, അപ്പോഴൊന്നും സച്ചിൻ അത് ചെവിക്കൊണ്ടില്ല. പക്ഷേ അദ്ദേഹം ആ ക്രീസിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം നേരെ പോയി സ്ട്രൈക്ക് എടുക്കുകയും വളരെ മനോഹരമായ ഒരു ഇന്നിങ്സ് അവിടെ കാഴ്ചവെക്കുകയും 98 റൺസ് നേടുകയും ഇന്ത്യയെ ആ മത്സരത്തിൽ വിജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു കഥ നല്ല മനോഹരമായിട്ടാണ് സെവാഗ് ഒരു TV ഷോയിൽ അവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ഒരു ഓപ്പണിംഗ് ജോഡികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന 2 പേരുകളാണ് വീരേന്ദ്ര സെവാഗിന്റെയും സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും.